സ്വാതന്ത്ര്യദിനത്തിൽ സുപ്രധാന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീപാവലി സമ്മാനമായി GST പരിഷ്കരണം നടപ്പിലാക്കും. GST നിരക്കുകൾ കുറയ്ക്കും. പുതിയ നികുതി വ്യവസ്ഥ അവശ്യ സേവനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയും. സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിലാകും നികുതി പരിഷ്കരണമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. MSME മേഖലയിലെ ഉത്തേജിപ്പിക്കാനും നികുതി പരിഷ്കരണം സഹായിക്കും. നിലവിലെ GST സംവിധാനത്തിൽ 0% മുതൽ 28% വരെ 5 പ്രധാന നികുതി സ്ലാബുകളുണ്ട്. മിക്ക ഉൽപ്പന്നങ്ങൾക്കും 12%, 18% എന്നിവയാണ് സാധാരണ നിരക്കുകൾ. പുതിയ സംവിധാനം നടപ്പിലാക്കുന്നതിനായി കേന്ദ്രം സംസ്ഥാനങ്ങളുമായി കൂടിയാലോചനകൾ നടത്തിയതായും ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. നികുതി നിരക്കുകൾ ഗണ്യമായി കുറച്ച് പുതിയ തലമുറ നികുതി സംവിധാനം ഈ ദീപാവലിക്ക് നടപ്പിലാക്കുമെന്നും ഇത് കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു ദീപാവലി സമ്മാനമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ദീപാവലിക്ക് ഞാനൊരു വലിയ സമ്മാനം നൽകാൻ പോകുന്നു. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഞങ്ങൾ ഒരു പ്രധാന GST പരിഷ്കരണം നടപ്പിലാക്കുകയും നികുതി ലളിതമാക്കുകയും ചെയ്തു. ഇപ്പോൾ അതിലൊരു മാറ്റം വരുത്താനുള്ള സമയമായി. ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു, സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ചു. ഒരു പുതിയ തലമുറ GST പരിഷ്കരണം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. നിലവിൽ 5 പ്രധാന നികുതി സ്ലാബുകളാണ് GSTക്കുള്ളത്. 0% മുതൽ 28% വരെയാണ് നികുതി. 12-18% നിരക്കുകളാണ് മിക്ക സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഈടാക്കുന്നത്. ഏകദേശം 21% സാധനങ്ങൾ 5% വിഭാഗത്തിലും, 19% സാധനങ്ങൾ 12% വിഭാഗത്തിലും, 44% സാധനങ്ങൾ 18% സ്ലാബിലുമാണ് വരുന്നത്. മാത്രമല്ല 21ാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ വിപണിയിൽ എത്തുമെന്ന് പറഞ്ഞു. സൗരോർജ്ജം, ഹൈഡ്രജൻ, ആണവ മേഖലകളിൽ സർക്കാർ നിരവധി സംരംഭങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അടിവരയിട്ടു. നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നമ്മൾ ഇപ്പോഴും നിരവധി രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ സ്വയം പര്യാപ്തത ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് നാം ഊർജ്ജ സ്വാതന്ത്ര്യം കൈവരിക്കണം. കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ നമ്മുടെ സൗരോർജ്ജ ശേഷി 30 മടങ്ങ് വർദ്ധിച്ചു. 10 പുതിയ ആണവ റിയാക്ടറുകൾ നിലവിൽ പ്രവർത്തനക്ഷമമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം ആഘോഷിക്കുമ്പോഴേക്കും നമ്മുടെ ആണവോർജ്ജ ശേഷി 10 ഇരട്ടി വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ലക്ഷ്യമിടുന്നുവെന്നും മോദി വ്യക്തമാക്കി. US-മായുള്ള വ്യാപാര തർക്കങ്ങൾക്കിടയിൽ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കിയത് കർഷകരാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. വ്യാപാര കരാറിനെ ചൊല്ലി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള തർക്കങ്ങൾക്കിടയിലാണ് പ്രധാനമന്ത്രി കർഷകരെ പ്രകീർത്തിച്ച് സംസാരിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുക എന്നത് ഒരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ നമ്മുടെ കർഷകർ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കി. തുടർച്ചയായ 12ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആത്മനിർഭർ ഭാരത് എന്ന തന്റെ സർക്കാരിന്റെ കാഴ്ചപ്പാട് ആവർത്തിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു, മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ദുരന്തത്തിലേക്കുള്ള വഴിയാണ്. നമ്മുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ സ്വയം പര്യാപ്തരാകുക. ഓപ്പറേഷൻ സിന്ദൂരിലെ ധീരരായ സൈനികരെ അഭിവാദ്യം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. അവർ തീവ്രവാദികൾക്ക് ഉചിതമായ മറുപടി നൽകി. പാകിസ്ഥാനിലെ ഭീകര വിക്ഷേപണ പാടുകൾ തകർത്തു. പ്രധാനമന്ത്രി മോദി കൂട്ടിച്ചേർത്തു. നമ്മുടെ രാജ്യം പതിറ്റാണ്ടുകളായി ഭീകരതയെ നേടുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു പുതിയ സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ശത്രു എന്തെങ്കിലും സാഹസികതയ്ക്ക് ശ്രമിച്ചാൽ പ്രതികരിക്കേണ്ട സമയവും സ്ഥലവും നമ്മുടെ സൈന്യം തീരുമാനിക്കുമെന്നും ഉറപ്പിച്ചു പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയതിനെ കുറിച്ചും പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്തു. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകി. പല സംസ്ഥാനങ്ങളിലുമുണ്ടായ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ദുഃഖം രേഖപ്പെടുത്തുകയും കേന്ദ്രത്തിൽ നിന്ന് എല്ലാ സഹായവും ഉറപ്പു നൽകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.